ആ ഒരു പ്രോപ്പർ ആ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഫംഗ്ഷൻ അല്ല ഒരു ഹൈബ്രിഡിന്റെ സെറ്റപ്പ് നമ്മൾ ഈ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നില്ലെന്നാണ് എൻ്റെ ഒരു ഇപ്പൊ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും നമസ്കാരം, ഓട്ടോ സ്കൂളിലേക്ക് സ്വാഗതം. ഞാൻ കുര്യനസ് തുങ്കുഴി. ഇന്ന് നമ്മളുള്ളത് വിറ്റാര ബ്രേസ അല്ലെങ്കിൽ അർബൻ ക്രൂയിസറാണ്. ശരിക്കും ഇന്റർനാഷണലി ടൊയോട്ട മാരുതി അലയൻസിൽ ഇന്ത്യൻ പ്രൊഡക്റ്റുകളൊന്നാണ് നമ്മുടെ അർബൻ ക്രൂയിസർ. നേരത്തെ നമ്മുടെ ഗ്ലാൻസ ബലേനോയിൽ നിന്ന് ഗ്ലാൻസ വന്നു, അതുപോലെ ബ്രേസയിൽ നിന്ന് അർബൻ ക്രൂയിസർ വന്നു. ശരിക്കും നമ്മൾ ഇപ്പം ഇന്റർനാഷണലി നോക്കുമ്പോൾ ഓട്ടോ എന്തൂസിയാസ്റ്റിൽ മെയിനായിട്ട് ടൊയോട്ടയുടെ ഒരു ഈ ടൈപ്പിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ആദ്യമേ ഓർമ്മ സുപ്രയുടെ കാര്യം. ശരിക്കും നല്ല ലെജൻഡറി മോഡലായ സുപ്ര അവർ BM ആയിട്ടുള്ള അലയൻസിൽ BMW Z4 വേരിയൻറ്റ്, അതുപോലെ തന്നെ എഞ്ചിനും ഇപ്പം ഇൻലൈൻ സ്ട്രേ 6 ആയിരുന്നു നമ്മുടെ സുപ്രയുടെ ഹൈലൈറ്റ്. അപ്പോൾ ഇൻലൈൻ സ്ട്രേ 6 കിട്ടാൻ വേണ്ടി BM ആയിട്ടൊരു അലയൻസ് ഉണ്ടാക്കി അവർ സുപ്ര ഉണ്ടാക്കി. പക്ഷേ എഞ്ചിനും ട്രാൻസ്മിഷനും എല്ലാം BM-ൻ്റെ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരു വിഷ്വൽ ട്രീറ്റയിലും അവർ ടൊയോട്ടയുടേതായ രീതിയിൽ ചെയ്തു. പക്ഷേ ഇന്ത്യയിലോട്ട് വന്നപ്പം ഗ്ലാൻസ ആണെങ്കിലും ബലേനോ ആണെങ്കിലും ഇപ്പം ബലേനോയുടെ സെയിം കോപ്പി പോലെ തന്നെ ഗ്ലാൻസ ചെയ്തു. ഇപ്പം നമ്മുടെ അർബൻ ക്രൂസർ എടുക്കുവാണെങ്കിലും വിറ്റാര ബ്രേസയുടെ പോലെ തന്നെയാണ് അർബൻ ക്രൂസും ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് നമുക്ക് ബ്രേസയും അർബൻ ക്രൂസറും ആയിട്ടുള്ളൊരു ജസ്റ്റ് എന്തൊക്കെ മാറ്റങ്ങൾ വന്നേക്കുന്നത്, പിന്നെ അർബൻ ക്രൂസർ എങ്ങനെയൊക്കെയാണ് സ്പെഷ്യലായിട്ട് നിൽക്കുന്നതെന്നൊക്കെ നോക്കാം. ഇന്ന് നമ്മുടെ ഉള്ള ശരിക്കും എന്നോട് എല്ലാവരും എന്നോട് കുറേ പേര് ഇങ്ങനെ വണ്ടിയുടെ കാര്യം ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിച്ചിരിക്കുന്നത് അർബൻ ക്രൂസർ അല്ല ബ്രേസർ ഓട്ടോമാറ്റിക് എങ്ങനെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലക്കിൽ നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടിയേക്കുന്നത്. അതും അർബൻ ക്രൂസറിൻ്റെ ബേസ് വേരിയൻറ്റ്, അതായത് അർബൻ ക്രൂസർ 3 വേരിയൻ്റ് ഉണ്ട്, ലോ, ഹൈ, പ്രീമിയം. അതിൽ നമുക്ക് ലോ വേരിയൻറ്റിലെ ഓട്ടോമാറ്റിക്കാണ് കിട്ടിയത്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക് അർബൻ ക്രൂസറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിനി അർബൻ ക്രൂസർ അല്ലെങ്കിൽ അർബൻ ക്രൂസറിനെ നമുക്ക് ഫ്രണ്ട് വശം തുടങ്ങാം. ഫ്രണ്ട് വശത്താണ് മെയിനായിട്ട് അർബൻ ക്രൂസർ ബ്രേസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് വശം എടുക്കുമ്പം നമ്മുടെ അർബൻ ക്രൂസർ ശരിക്കും ടൊയോട്ടയുടെ ആ ഒരു അർബൻ ക്രൂസറിൻ്റെ പേര് വന്നത് തന്നെ ലാൻഡ് ക്രൂസർ അവിടെ ലെജൻഡറി ഓഫ് റോഡർ ഉണ്ട് നമ്മുടെ ഇപ്പം കാടും മേടുമൊക്കെ. അതുപോലെ അർബൻ അല്ലെങ്കിൽ സിറ്റി യൂസിന് വേണ്ടി ഒരു SUV എന്നുള്ള പ്ലാൻ കൺസെപ്റ്റിലാണ് അവർ അർബൻ ക്രൂസർ എന്ന് പേരിട്ടത്. അപ്പം ഫ്രണ്ട് വശം ഡിസൈൻ എടുത്തപ്പോൾ ശരിക്കും നമ്മുടെ ആ ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ലാൻഡ് ക്രൂസർ, ഈവൻ ഫോർച്യൂണറായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഇത് ലേറ്റസ്റ്റ് ലാൻഡ് ക്രൂസർ കംപ്ലീറ്റ് ഡിഫറൻറ്റ് ഫ്രണ്ട് ആയിപ്പോയി. അപ്പം ഫോർച്യൂണറിൻ്റെ ആ ഒരു ഗ്രില്ലൊക്കെ ആയിട്ട് ഏകദേശം റിസംബ്ലൻസ് കൊണ്ടുവരാൻ ടൊയോട്ടയ്ക്ക് പറ്റിയിട്ടുണ്ട്. അത് ശരിക്കും ബ്രേസനെക്കാട്ടിലും ഫ്രണ്ട് എൻഡ് കുറച്ചുകൂടെ ഭംഗിക്ക് ചെയ്തേക്ക് നമുക്ക് അർബൻ ക്രൂസറാണ്. കാരണം ഈ ഒരു ഗ്രില്ലും പിന്നെ ഒരു ഡുവൽ LED പ്രൊജക്ടേഴ്സും കൂടെ വന്നപ്പോൾ ഫ്രണ്ട് എൻഡ് കുറച്ചും കൂടെ ഒരു ലുക്കായിട്ടുണ്ട് നമ്മുടെ അർബൻ ക്രൂസറിൻ്റെ. മാത്രമല്ല നല്ലൊരു ഡീപ്പർ ബമ്പർ കൂടെ, നല്ല സ്പോർട്ടിയും അത്യാവശ്യം മസ്കുലറുമായിട്ടൊരു പ്രോപ്പർ SUV ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ടൈപ്പ് ഒരു ബമ്പറൂടെ കൊടുത്തപ്പോൾ ശരിക്കും ഒരു നല്ലൊരു ബ്രേസനേക്കാളും കുറച്ചൊരു മാച്ചോ ലുക്ക് വരുന്നത് അർബൻ ക്രൂസറിൻ്റെ ഫ്രണ്ട് വശമാണ്. അപ്പോൾ നമുക്ക് ബമ്പറിൻ്റെ കാര്യം എടുക്കുമ്പം ഈ ബേസ് മോഡിൽ വരുമ്പോൾ ഫോഗ് ലാംപ്സിൽ നമുക്കിപ്പോൾ നമുക്ക് വണ്ടി എന്തെങ്കിലും ചേട്ടൻ എക്സ്ട്രാ അക്സസറി ആയിട്ട് ചെയ്തേക്കുവാണ്. അത് നമ്മുടെ ടോപ്പ് എൻഡ് പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ LED ഫോഗ് ലാംപ്സ് ആണ്, അത് ടോപ്പ് എൻഡ് വരുന്നതിൻ്റെ സെയിം ഫോഗ് ലാംപ്സ് തന്നെയാണ് കയറ്റിയിരിക്കുന്നത്. അതുപോലെ ഫോഗ് ലാംപ്സിന് ചുറ്റുമുള്ള ഈ ഒരു ക്രോം ഇൻസേർട്സ് ആണെങ്കിലും ചെയ്തപ്പോൾ ശരിക്കും ഫ്രണ്ട് എൻഡ് ബേസ് മോഡാണെന്ന് പറയത്തില്ല. ഇപ്പോൾ ആ ഒരു എക്സ്ട്രാ അക്സസറിയും കൂടി ചെയ്യുമ്പോൾ ശരിക്കും ബേസ് മോഡിൽ വാങ്ങിച്ചിട്ട് ചെയ്യുന്നത് നമുക്ക് നല്ലൊരു ഫിനാൻഷ്യലി കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പം അധികം ഫണ്ട് ഇപ്പം ടോപ്പ് എൻഡ് എടുക്കേണ്ട കാര്യമില്ല, അത്യാവശ്യം ലുക്കുള്ള മോഡൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി ഫ്രണ്ടിലത്തെ ഡിസൈൻ്റെ കാര്യം എടുക്കുമ്പം ഡ്യുവൽ LED പ്രൊജക്ടേഴ്സ് ആണ് വരുന്നത്. ഹൈ ബീമും ലോ ബീമും നമുക്ക് LEDs തന്നെയാണ്, LED പ്രൊജക്ടേഴ്സ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഈ ഒരു സ്ട്രിപ്പായിട്ടാണ്. അത് മൾട്ടി ഫംഗ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമ്മുടെ DRL-ആയിട്ടും പിന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന മൾട്ടിപർപ്പസ് ആണ്. പിന്നെ ബമ്പറിൻ്റെ കാര്യം എടുക്കുമ്പം ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് വരുന്നത് നമുക്കൊരു സിൽവർ കളറാണ്. ബേസ് മോഡൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലാക്കിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട് ഡിസൈനിൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ ബ്രേസയായിട്ട് ബാക്കി ബോണറ്റും കാര്യങ്ങളൊന്നും വേറൊരു വ്യത്യാസമില്ല. ഈ ബമ്പറും ഫ്രണ്ട് ഗ്രില്ലും മാത്രമാണ് മെയിനായിട്ട് വ്യത്യാസമാണ്. നമുക്ക് ഇനി അർബൻ ക്രൂസറിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് പോകാം. ഓക്കെ, ഇനി അർബൻ ക്രൂസറിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ എടുക്കുമ്പോൾ ബ്രേസായിട്ട് ഒരു വ്യത്യാസമില്ല. ആകെ നമുക്ക് അലോയ്സിൻ്റെ ഡിസൈനും സെയിം ആണ് ടോപ്പ് എൻഡ്. ഇത് നമുക്ക് ബേസ് മോഡലായതുകൊണ്ട് നമുക്ക് വണ്ടി ഇപ്പം എക്സ്ട്രാ അലോയ് ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ ഈ അലോയ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ടോപ്പ് എൻഡിൻ്റെ പോലെയാണ്. ശരിക്കും വണ്ടിക്ക് ഒരു ഓവറോൾ പ്രൊപ്പോർഷണൽ ലുക്കും ഈ അലോയ്സ് വരുന്നുണ്ട്. പക്ഷേ ടയറിൻ്റെ കാര്യം എടുക്കുമ്പം നമുക്ക് ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് 215/60 R16 ആണ്. നമുക്ക് ബേസ് മോഡിൽ വരുമ്പോൾ 205/60 ആണ്. ശരിക്കും വിഡ്ത്ത് ഇച്ചിരി കുറഞ്ഞ പ്രൊഫൈലാണ് നമുക്ക് ബേസ് മോഡിൽ വരുമ്പോഴത്തേക്ക് വരുന്നത്. എന്നാലും പക്ഷേ ഈ ഒരു അലോയ് ഇട്ടപ്പോഴത്തേക്ക് വണ്ടി ഒരു ബേസ് മോഡിലാണെന്ന് പറയത്തുമില്ല. അത്യാവശ്യം മറ്റേ ടോപ്പ് എൻഡിൻ്റെ ടൈപ്പ് ഡുവൽ ടോൺ അലോയും കൂടെ ആയിട്ട് അത്യാവശ്യം ലുക്കായിട്ടുണ്ട്. അപ്പോൾ ബേസ് മോഡിൽ നമുക്ക് ബ്ലാക്ക് അലോയ്സ് അല്ലെങ്കിൽ റിംസ് തന്നെ വരുന്നത്. അപ്പം സ്റ്റീൽ റിംസ് തന്നെ വരുന്നത്. അപ്പോൾ ഈ അലോയ് ഇടുമ്പോൾ ശരിക്കും ആ ലുക്ക് ശരിക്കും മാറുന്നുണ്ട്. ബാക്കി സൈഡ് പ്രൊഫൈലിൻ്റെ കാര്യം എടുക്കുമ്പം ബേസ് മോഡലിന് വരുന്നത് നമുക്ക് ബോഡി കളേർഡ് തന്നെയാണ്.
നമ്മുടെ ഡോർ ഓപ്പണിംഗ് ഹാൻഡിൽസ് വരുന്നത്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് എക്സ്ട്രാ കവറിങ് പോലെ ചെയ്തിട്ട് അത് ടൊയോട്ടയുടെ തന്നെ അക്സസറീസ് ആണ്. അതുപോലെ ഈ ഒരു ക്രോം സ്ട്രിപ്പ് വരുന്നതും പിന്നെ ഒരു റെയിൻ ഗാർഡ് വരുന്നതും ടൊയോട്ടയുടെ അക്സസറി ചെയ്തേക്കുന്നതാണ്. ശരിക്കും മൊത്തത്തിലൊരു പ്ലഷ് ലുക്ക് ആ ഒരു ക്രോം എലമെൻറ്റ്സ് ഒക്കെ വന്നപ്പോൾ വരുന്നുണ്ട്. ഒന്ന് വൈറ്റ് കാറും കൂടെ ആയതുകൊണ്ട് ആ ഒരു ക്രോം കൂടെ വരുന്നതുകൊണ്ട് ഒരു രസമുണ്ട്. അതുപോലെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മിററിൽ തന്നെയാണ്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് നമ്മുടെ ബേസ് മോഡലിൻ്റെ മിറേഴ്സ് തന്നെ വരുന്നത്. അത് ശരിക്കും ഒരു നല്ല പോസിറ്റീവ് കാര്യമാണ്. ബാക്കി നോർമലി ബേസ് മോഡൽസ് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി വരത്തില്ല. ഫോൾഡബിൾ ഒക്കെ നമുക്ക് മാനുവലി തന്നെ ഫോൾഡ് ചെയ്യണം. പക്ഷേ ഓട്ടോ ഫോൾഡിങ് നമുക്ക് ടോപ്പ് എൻഡിനെ വരുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ഇലക്ട്രിക്കലി ഓട്ടോ ഫോൾഡിങ് എന്ന് പറഞ്ഞാൽ കീ അൺലോക്ക് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്യുമ്പോഴാണ് ഫോൾഡിങ് വരുന്നത്. അത് ജസ്റ്റ് ഒരു ഗിമിക്കിയാണ്. എന്നാലും ബേസ് മോഡൽ തന്നെ ഇലക്ട്രിക് ഫോൾഡബിൾ ഉണ്ട്. പിന്നെ സൈഡിൽ ഒരു ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടത് നമുക്ക് രണ്ട് സൈഡിലും ഫ്രണ്ട് ഡോറിലെ 2 ഡോറിലും നമുക്ക് കീലെസ് എൻട്രിയുടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു നല്ല കാര്യമാണ്. നമുക്ക് കീ പോക്കലുണ്ട് 2 സൈഡിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു അൺലോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡോർ മാത്രമേ അൺലോക്ക് ആകത്തുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ എല്ലാ സെറ്റപ്പും അങ്ങനെ തന്നെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി സൈഡിലെ കാര്യം എടുക്കുമ്പം നമുക്ക് റൂഫ് റെയിൽസ് വരുന്നത് ബേസ് വരുമ്പോഴത്തേക്ക് ബ്ലാക്ക് റൂഫ് റെയിൽസ് ആണ്. നമുക്ക് ടോപ്പ് 2 അതായത് ഹൈയും പ്രീമിയം വരുമ്പോഴത്തേക്ക് ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു സാറ്റിൻ ഫിനിഷ് ഒരു റൂഫ് റെയിൽസ് ആണ് വരുന്നത്. ഈ ബ്ലാക്കും വൈറ്റും ബേസ് മോഡലാന്ന് പറഞ്ഞാലും ബ്ലാക്കും വൈറ്റും റൂഫ് റെയിൽസ് ആണ് ഒരു കോമ്പിനേഷൻ ശരിക്കും വർക്കൗട്ട് ആവുന്നുണ്ട്. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് ബ്രേസയുടെ അല്ലെങ്കിൽ അർബൻ ക്രൂസറിൻ്റെ പറയാനുള്ളത്, നമുക്ക് ഇപ്പോഴും ഷാർക്ക് ഫിനാൻഡസ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ നോർമൽ പോയിന്റ് ടൈപ്പ് ആൻറ്റിന അത് ടോപ്പ് മോഡലിന് ഈ സെയിം ആൻറ്റിന സെറ്റപ്പ് തന്നെ വരുന്നത്. പിന്നെ ആ ഒരു ഫ്ലോട്ടിംഗ് റൂഫ് ടൈപ്പ് സ്റ്റൈലും എല്ലാം ബ്രേസ് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ഒരു പിന്നെ നമ്മുടെ മാഗ്നേറ്റോ അല്ലെങ്കിൽ കൈഗറോ അല്ലെങ്കിൽ ഇപ്പോൾ സോണറ്റ് വെന്യൂ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത ഒരു ഒഴുകിയുള്ള ഡിസൈൻ അല്ല, ശരിക്കും ഒരു ബോക്സി ഒരു പ്രോപ്പർ SUV ഡിസൈനാണ് ബ്രേസയ്ക്ക് മാരുതി ഇറങ്ങിയപ്പോൾ തന്നെ. ആ ഒരു സെയിം ഡിസൈൻ ഫിലോസഫി തന്നെ അർബൻ ക്രൂസർ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഒരു SUV ലുക്ക് സൈഡ് പ്രൊഫൈൽ ശരിക്കും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൈഡ് പ്രൊഫൈലിൻ്റെ കാര്യം പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ അർബൻ ക്രൂസറിൻ്റെ ബാക്ക് എൻഡിൽ ശരിക്കും ബ്രേസ് ആയിട്ടുള്ള ഡിസൈൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റൈറ്റിംഗ് ആണ്. ഈ ഒരു റൈറ്റിംഗ് നമ്മൾ ബ്രേസിൽ വരുമ്പോൾ വിറ്റാര ബ്രേസ് എന്ന് വരും, അർബൻ ക്രൂസർ അർബൻ ക്രൂസർ ഇത് മാത്രമാണ് മേജർ വ്യത്യാസം. പിന്നെ ഈ ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുമ്പോൾ നമ്മുടെ ശരിക്കും ലാൻഡ് ക്രൂസറിൻ്റെ സെയിം ഫോണ്ട് തന്നെയാണ് നമ്മൾ ഈ അർബൻ ക്രൂസർ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കി ബാക്ക് വശം ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക് ലാംപ്സ് എടുത്താലും LEDs ആണ്. ബ്രേക്ക് ലാംപ്സ് LEDs ആണ്. നമ്മുടെ നടുക്കത്തെ റിവേഴ്സും ഇൻഡിക്കേറ്റേഴ്സും നോർമൽ ഹാലജനാണ് വന്നേക്കുന്നത്. ബാക്ക് നോക്കിയാലും ആ ഒരു ബ്രേസയുടെ സിംപ്ലിസിറ്റിയും പിന്നെ ആ ഒരു SUV ലുക്കുള്ള ഒരു ബാക്ക് എൻഡാണ്. പിന്നെ ഈ ഒരു സ്പോയിലറും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ബ്രേസ കണ്ട് എല്ലാവർക്കും പരിചിതമായ ബാക്ക് തന്നെയാണ്. അതൊക്കെ അർബൻ ക്രൂസർ വ്യത്യാസം മാത്രമേ. പിന്നെ നമ്മുടെ ഒരു ബാക്കി കുറച്ചും ഡീറ്റെയിൽസ് നോക്കുമ്പം നമ്മുടെ ബേസ് മോഡലിന് ഈ വരുന്ന ഒരു സ്കിഡ് പ്ലേറ്റ് ബ്ലാക്ക് തന്നെയാണ്, മറ്റേ പ്ലാസ്റ്റിക് കളേർഡ് തന്നെ. നമുക്ക് ടോപ്പ് 2 വേരിയൻസ് വരുമ്പോൾ സിൽവർ കളേർഡാണ് വരുന്നത്. പിന്നെ അതുപോലെ 4 പാർക്കിംഗ് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്, റിഫ്ലക്ടറും ഉണ്ട്. പിന്നെ അതുപോലെ ഈ ബേസ് മോഡൽ വരെ നമുക്ക് ക്യാമറ അവൈലബിൾ അല്ല. ശരിക്കും ക്യാമറ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് നമ്മുടെ ടോട്ടയിൽ തന്നെ. പക്ഷേ ക്യാമറ ചെയ്തേക്കുന്നത് നമ്മുടെ ടോപ്പ് എൻഡ് വരുന്ന പോലെ തന്നെ ഈ ഒരു അർബൻ ക്രൂസറിൻ്റെ ബാഡ്ജിങ്ങിനടിയിലാണ് ക്യാമറ ചെയ്തത്. അത് ശരിക്കും നല്ലൊരു കാര്യം. കാരണം ഒരുപാട് ഈ വെള്ളം വീണ് നമുക്ക് ഒരു വിഷ്വൽ ഡിസ്ട്രാക്ഷൻ വരാത്ത രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ ബേസ് മോഡലിൽ നമുക്ക് വൈപ്പേഴ്സ് ഇല്ല, പക്ഷേ ഡീഫോഗേഴ്സ് ഉണ്ട്. ബേസ് മോഡൽ വൈപ്പേഴ്സ് കൊടുക്കണം. കാരണം ഈ ഒരു പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഈ ഒരു SUV ടൈപ്പ് ബാക്ക് എൻഡ് ആകുമ്പോൾ പെട്ടെന്ന് ചെളി പിടിക്കാനൊക്കെ ചാൻസ്. അപ്പോൾ വൈപ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു. ബേസ് മോഡൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബ്രേസ അല്ലെങ്കിൽ അർബൻ ക്രൂസറിൻ്റെ ബാക്കിൻ്റെ കാര്യം പറയാനുള്ളത്. നമുക്കിനി അർബൻ ക്രൂസറിൻ്റെ ബാക്കിലെ പ്രാക്ടിക്കാലിറ്റിയും ബൂട്ട് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഇതാണ് അർബൻ ക്രൂസറിൻ്റെ കീ വരുന്നത്. നമുക്ക് ഇവിടുത്തേൽ നമുക്ക് ബൂട്ട് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല, ജസ്റ്റ് അൺലോക്കും ലോക്കേ ഉള്ളൂ. നമ്മളിപ്പം അർബൻ ക്രൂസറിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഈ ക്രൂസറിൻ്റെ അടിയിൽ അർബൻ ക്രൂസറിൻ്റെ നെയിമിൻ്റെ അടിയിൽ ഒരു അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺ, അതിൻ്റെ ഇപ്പുറം നമുക്ക് ബൂട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു ബട്ടണും ഉണ്ട്. അപ്പോൾ ശരിക്കും ബേസ് മോഡലായതുകൊണ്ട് നമുക്ക് ആ പാർസൽ ട്രേ വരുന്നില്ല. മൊത്തത്തിൽ ഈ ഒരു മാറ്റ് ആണെങ്കിലും ടൊയോട്ടയുടെ എക്സ്ട്രാ ആക്സറി അത്യാവശ്യം നല്ലൊരു നീറ്റ് ലുക്കും പിന്നെ അത്യാവശ്യം റഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മാറ്റിൻ്റെ ഒരു ഇതും. പിന്നെ മൊത്തത്തിൽ ബ്രേസയിൽ അർബൻ ക്രൂസറിൻ്റെ ബാക്ക് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് മാരുതി ടൊയോട്ടയ്ക്ക് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു താഴത്തെ മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ബൂട്ട് കപ്പാസിറ്റി കാര്യം എടുക്കുമ്പം 328 ലിറ്റേഴ്സാണ് നമ്മുടെ ബ്രേസയുടെയും അർബൻ ക്രൂസറിൻ്റെ ബൂട്ട് കപ്പാസിറ്റി. അത്യാവശ്യം നല്ലൊരു പിന്നെ ഒരു നല്ല പ്രോപ്പർ ഒരു SUV ഓപ്പണിംഗ് മീൻസ് SUV ടൈപ്പ് ഒരു ഡിസൈനും പിന്നെ ഒരു ഓപ്പണിംഗ് നല്ല വൈഡ് ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അധികം ലോഡ് ലിപ്പും ഇല്ല, നമുക്കധികം ഡിപ്പിലല്ല ഫ്ലോർ ഇരിക്കും, നമുക്ക് ഈസി ആയിട്ട് എടുത്ത് മാറ്റാം. പിന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഇതും കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് ബമ്പർ ഉരച്ചിങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ബേസ് മോഡൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 60-40 സ്പ്ലിറ്റ് വരുന്നില്ല. അത് ശരിക്കും ഒരു നെഗറ്റീവാണ്. നമുക്ക് ആ ഒരു ഹൈയും പ്രീമിയം മാത്രമേ ഉള്ളൂ ആ ഒരു 60-40 സ്പ്ലിറ്റ് വരുന്നത്. പിന്നെ ഐസോഫി സ്റ്റൈൽ സീസും സ്റ്റാൻഡാണ്, അതിൻ്റെയാണ് നമുക്ക് ഈ ഒരു ഹുക്ക് വരുന്നത്. പിന്നെ ബാക്കിലെ പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലൊരു ഹുക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റോ
അല്ലെങ്കിൽ ഒരു 12 വോൾട്ട് സോക്കറ്റ് കൊടുക്കുക. കാരണം ഈ 12 വോൾട്ട് സോക്കറ്റിനൊരു പോർട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് ബേസ് മോഡലിന് അവൈലബിൾ അല്ല. അപ്പം പിന്നെ ബ്രേസയുടെ അല്ലെങ്കിൽ അർബൻ ക്രൂസറിൻ്റെ നമ്മുടെ കാര്യം എടുക്കുമ്പം ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോർ കിട്ടും, നമുക്ക് സീറ്റ് മടക്കിയിട്ട് അതൊരു പോസിറ്റീവ്. ചില വണ്ടിക്കൊക്കെ ഒരു റിഡ്ജ് പോലെ നിൽക്കും. ഈ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇത് ശരിക്കും ഇവർ ഡിസൈൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ സീറ്റ് ബെൽറ്റ്, നോർമലി വണ്ടിക്കൊക്കെ ഈ സീറ്റ് ബെൽറ്റ് സീറ്റിലോട്ട് തന്നെ കിടക്കുന്നതുകൊണ്ട് സീറ്റ് മടക്കിയിട്ട് ഇങ്ങനെ അടയ്ക്കുമ്പോഴത്തേന് സീറ്റ് ബെൽറ്റ് ഇതിൻ്റെ അകത്തൊരു ട്രാപ്പ് ആകും. പക്ഷേ മാരുതി ഇത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുണ്ടായിരുന്നു. കാരണം സീറ്റ് തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇപ്പം എന്നാണെങ്കിലും ഭാഗ്യത്തിന് ഇവിടെ വന്നില്ല. പക്ഷേ ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ ഇടയിലോട്ട് തിരിച്ച് കയറി വന്നു. അത് അവിടെ ഒരു ലോക്ക് പോലെ എന്തെങ്കിലും കൊടുക്കുമായിരുന്ന സീറ്റ് ബെൽറ്റ് അവിടെ ഇരുന്നുകൊണ്ടാണ് അത് ഇങ്ങനൊരു പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ ഒരു കുറച്ച് തോട്ട്ഫുൾ ഡിസൈൻ ആയിരുന്നതിനെ മാരുതി ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിലെ പ്രാക്ടിക്കാലിറ്റിയും ബൂട്ടിൻ്റെ കപ്പാസിറ്റിയും ഡിസൈൻ്റെ കാര്യമൊക്കെ പറയാനുള്ളത്. നമുക്കിനി അർബൻ ക്രൂസറിൻ്റെ ബാക്കിലത്തെ കംഫർട്ടും സ്പേസും ഒക്കെ നോക്കാം. ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റ് ശരിക്കും എൻ്റെ കറക്റ്റ് ഡ്രൈവിംഗ് പൊസിഷനിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ 6 ഫീറ്റ് ഉണ്ട്, ഒരു 183 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ പക്ക കംഫർട്ടബിൾ ഡ്രൈവിംഗ് പൊസിഷനാണ് ഫ്രണ്ട് സീറ്റ് സെറ്റ് ചെയ്തത്. അപ്പം ബാക്കിലത്തെ ഒരു സീറ്റിൻ്റെ സ്പേസിൻ്റെ കാര്യം എടുക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ഡീസൻറ്റ് ലെഗ് റൂം കിട്ടുന്നുണ്ട്. പിന്നെ തൈ സപ്പോർട്ട് ആണെങ്കിലും ഓക്കെ. ഇപ്പോൾ കാല് ഈ സീറ്റ് ശരിക്കും ഈ സീറ്റ് ബേസ് മോളിൽ വരുമ്പോൾ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് കാല് പ്രോപ്പറായിട്ട് സീറ്റിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ ടക്കിങ് ചെയ്ത് വെക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രോപ്പർ കംഫർട്ടബിൾ ആയിട്ട് റൈറ്റ് സീറ്റിംഗ് പൊസിഷൻ കിട്ടാൻ ഇച്ചിരി പാടാം. എന്നാലും കുഴപ്പമില്ല, ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഹാപ്പി ആയിട്ട് പോകാം. പിന്നെ ബേസ് മോഡൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സെൻട്രൽ ആംറസ്റ്റ് വരുന്നില്ല. ശരിക്കും സെൻട്രൽ ആംറസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രോപ്പർ പൊസിഷൻ സെറ്റ് ചെയ്യാമായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പം അർബൻ ക്രൂസറിൻ്റെ ടോപ്പ് എൻഡ് വരുവാണെങ്കിലും ബേസോട് ടോപ്പ് വരെ നമുക്ക് ബാക്കിൽ എയർ വെൻറ്റോ പിന്നെ USB പോർട്ടോ അല്ലെങ്കിൽ 12 വോൾട്ട് സോക്കറ്റ് ഒന്നും കൊടുത്തില്ല. അത് ശരിക്കും ഈ ഒരു 2020 അല്ലെ 2021 വണ്ടി ഇറക്കുന്ന ഒരു മാനുഫാക്ചർ മസ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു USB പോർട്ടോ ഒരു 12 വോൾട്ട് സോക്കറ്റ് അതൊന്നും നമ്മുടെ അർബൻ ക്രൂസറിന് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ബ്രേസിക്കും കൊടുത്തിട്ടില്ല. അത് നെഗറ്റീവ് കാര്യമുണ്ട്. പിന്നെ AC വെൻറ്റ് കൊടുക്കാത്തത് ഒരുപക്ഷെ ഫ്രണ്ടിലത്തെ ഫ്ലോ അത്യാവശ്യം നല്ല കൂളിംഗ് കപ്പാസിറ്റി ഉള്ളൊരു പിന്നെ കൂളിംഗ് കപ്പാസിറ്റി ഉണ്ട് ബ്രേസയ്ക്കും അർബൻ ക്രൂസറിനും. പിന്നെ ആ ഫ്രണ്ടിലത്തെ AC വെൻറ്റ് കുറച്ചുകൂടെ വലുതായതുകൊണ്ട് അത്യാവശ്യം ഫ്ലോ കിട്ടുന്നുണ്ട്. എന്നാലും നമ്മുടെ ഈ ഒരു ഭയങ്കര ഹോട്ട് ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ AC വെൻറ്റ് മസ്റ്റായിട്ട് കൊടുക്കായിരുന്നു. പിന്നെ ബാക്കിൽ നമ്മുടെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. മൊത്തത്തിൽ കുഴപ്പമില്ല, അത്ര ഡിസ്കംഫർട്ടൊന്നും അല്ല. ഞാൻ നോക്കിയിട്ട് നമ്മുടെ വെന്യൂ സോണറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തോന്നുന്ന ഒരു ഇൻറ്റീരിയറാണ്. പക്ഷേ നമ്മുടെ നെക്സോണിൻ്റെ അത്ര സ്പേഷ്യസ് ആണോ എന്ന് അത്ര സ്പേഷ്യസ് അല്ല. പിന്നെ ഞങ്ങൾ നെക്സോണിൻ്റെ വീഡിയോ റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ മുകളിൽ കൊടുക്കാം. ജസ്റ്റ് നെക്സോൺ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെ നോക്കുക. പിന്നെ ബാക്കി സെൻറ്റർ സീറ്റിൻ്റെ കാര്യം എടുക്കുമ്പം ഒരു പക്ക ഫ്ലാറ്റ് ഫ്ലോർ അല്ല നമുക്ക് അർബൻ ക്രൂസറിൻ്റെ വരുന്നത്. ചെറിയൊരു ഹമ്പുണ്ട്, എന്നാലും അത് നമ്മളെ അത്രയ്ക്ക് അങ്ങ് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പിന്നെ അത്യാവശ്യം വിട്ടുള്ള കാറായതുകൊണ്ട് 3 പേർക്ക് ഇരിക്കാം. പിന്നെ ഒരു ചെറിയൊരു ക്രാംഡ് ഫീൽ ഉണ്ട്. പക്ഷേ വെന്യൂവിനെക്കാട്ടിലും സോണറ്റിനേക്കാളും ബെറ്റർ ആണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. പിന്നെ നമ്മൾ ഡോർ പോക്കറ്റിൻ്റെ കാര്യം എടുക്കുമ്പം പിന്നെ വേറൊരു കാര്യമുണ്ട്. നമുക്കിവിടെ ഒരു 3 kg ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ. അതൊക്കെ ഒരു ചെറിയ കാര്യങ്ങളാണ്. നമുക്ക് പ്ലാസ്റ്റിക് കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് തൂക്കിയിടുവാണെങ്കിൽ സെറ്റായിട്ടിരുന്നോളും. പിന്നെ നമ്മൾ ഡോർ പോക്കറ്റിൻ്റെ കാര്യം എടുക്കുമ്പം ബേസ് മോഡിൽ തൊട്ട് നമുക്ക് 4 ഡോർ പോക്കറ്റിലും പവർ വിൻഡോസ് വരുന്നുണ്ട്. അതിൻ്റെ സ്വിച്ച് ഇതാണ്. പിന്നെ ഇവിടെ ഒരു നമ്മുടെ സീറ്റ് ഫാബ്രിക്കിൻ്റെ പോലെ തന്നെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ഫാബ്രിക് മെറ്റീരിയൽ കൊടുത്തേക്ക് നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് നെഗറ്റീവ് ഉള്ള നമ്മുടെ കൈ വെക്കുന്നിടത്തല്ല അവർ ഈ സോഫ്റ്റ് ഫാബ്രിക് കൊടുത്തേക്കുന്നത്. കൈ ഇവിടെ തൊടുന്നത് ശരിക്കും ഇവിടെ ആയിരുന്നു കൊടുക്കേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ കൈ ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ റെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ, നമുക്കില്ലെങ്കിൽ കൈക്ക് ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കിൽ കുറേ നേരം റെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു മടുപ്പ് തോന്നും. പിന്നെ ബാക്കി ഡോറിൻ്റെ ഡിസൈൻ എടുക്കുമ്പം 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനൊരു കപ്പാസിറ്റി ഉള്ളൊരു ഹോൾഡറുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറം കുറച്ച് സ്പേസ് ഉണ്ട്, അത്ര യൂസബിൾ അല്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് ബാക്ക് സീറ്റും കാര്യങ്ങളും ചെയ്തേക്കും. പിന്നെ എയർ വെൻറ്റിൻ്റെ 12 വോൾട്ട്സ് ഒക്കെ USB ഒരു കുറവാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ കൊടുക്കായിരുന്നു. ഇതൊക്കെയാണ് ബ്രേസയുടെ അല്ലെങ്കിൽ അർബൻ ക്രൂസറിൻ്റെ ബാക്ക് സൈഡിലെ കാര്യം പറയാനുള്ളത്. നമ്മൾ ഈ അർബൻ ക്രൂസറിൽ നിന്ന് ഇറങ്ങുമ്പം അർബൻ ക്രൂസറും ബ്രേസിങ് സെയിം ആണ്. ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ശരിക്കും ഞാൻ അത്യാവശ്യം ഹൈറ്റുള്ള ടീം, എന്നിട്ടും എനിക്ക് ഇറങ്ങുമ്പോൾ കൊണ്ടോ ഈ ഒരു പ്രൊട്ടൂഡ് ചെയ്തിരിക്കുന്നുണ്ട്. ശരിക്കും കാലയിലോ ഞങ്ങളിപ്പോൾ അത്യാവശ്യം ഒരു ചള്ളയുള്ള സിറ്റുവേഷൻ ഇട്ടാണ് വണ്ടി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ആ ഡോർ അടിയിലോട്ട് വരത്തില്ലാത്തതുകൊണ്ട് അവിടെ ശരിക്കും നല്ല രീതിയിൽ ചള്ളയാവുന്നുണ്ട്, ചെളിയാവുന്നുണ്ട്. അപ്പം കാല് നല്ല രീതിയിൽ ജീൻസ് നല്ല രീതിയിൽ ചെളി പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു ഡിസൈൻ പോരായും വേണം. അടുത്തൊരു അപ്ഡേറ്റ് വരുമ്പം ബ്രേസ അല്ലെങ്കിൽ അർബൻ ക്രൂസറിന് ആ ഒരു ചേഞ്ച് വരുത്തുവാൻ നല്ലതായിരുന്നു. നമുക്കിനി അർബൻ ക്രൂസറിൻ്റെ ഡാഷ്ബോർഡും ഫ്രണ്ടിലത്തെ ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ശരിക്കും ഇതിപ്പം ബേസ് മോഡലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ശരിക്കും ബേസ് മോഡലാണെന്ന് പറയാൻ
പറ്റുന്ന രീതിയിലല്ല ഇതിൻ്റെ ഡിസൈൻ. കാരണം അത്യാവശ്യം ഇപ്പം പ്ലാസ്റ്റിക് ആണ് മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടെക്സ്റ്റൈഡ് പ്ലാസ്റ്റിക്കുകളൊക്കെ യൂസ് ചെയ്തേക്കും. നമുക്ക് ബേസ് മോഡലാണ് അങ്ങനെ പറയത്തില്ല. അത്യാവശ്യം നല്ലൊരു ഫിനിഷ് ഉണ്ട് അർബൻ ക്രൂസറിൻ്റെ ഈ ലോ എൻഡ് വേരിയൻറ്റിന്. അതുപോലെ നമുക്കിപ്പോൾ ബേസ് മോഡിൽ തൊട്ട് ഓട്ടോമാറ്റിക് AC ഉണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഇതിൻ്റെ കൺട്രോൾസ് ഉണ്ട്. ക്രൂസ് കൺട്രോൾ നമുക്ക് ബേസിന് വരുന്നില്ല. അതുപോലെ സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് ഉണ്ട്. പിന്നെ നമ്മുടെ ORVM ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സ്വിച്ചസ് നമ്മുടെ ഈ സൈഡിൽ ഡാഷ്ബോർഡിൽ തന്നെയാണ്, നമ്മൾ ഡോറിലല്ല കൊടുത്തേക്കുന്നത്. പിന്നെ ഡോറിൻ്റെ കാര്യം എടുക്കുമ്പം മറ്റേ ഈ നമ്മുടെ സീറ്റിൻ്റെ ഫാബ്രിക് മെറ്റീരിയൽ നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ മുന്നേ ബാക്കിലെ കാര്യം പറഞ്ഞത്. ശരിക്കും നമ്മൾ റെസ്റ്റ് ചെയ്യുന്നിടത്തായിരുന്നു സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ട്. കാരണം എപ്പോഴും നമ്മൾ അവിടെയാണ് കൈ റെസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഈ സൈഡിലോട്ട് കൊടുത്തിട്ട് സൈഡിലും ഇവിടെയും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡിങ് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കംഫർട്ടബിൾ പൊസിഷൻ കിട്ടുന്നത്. പിന്നെ അതുപോലെ നമുക്ക് സെൻറ്റർ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംബ്രസ്റ്റ് ആണ് മറ്റേ ഒരു ലെതറൈറ്റ് ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് കൂടെ ആണ് നമുക്ക് സുഖമായിട്ട് റെസ്റ്റ് ചെയ്ത് പിന്നെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആംബ്രസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് പൊസിഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബ്രേസയും അർബൻ ക്രൂസറിൽ. മാത്രമല്ല നമ്മുടെ ബേസ് മോഡ് വരുമ്പോൾ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ഇല്ല. ടോപ്പ് 2 വേരിയൻസിന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ഉണ്ട്. എന്നാലും ഒരു 180 സെൻറ്റിമീറ്റർ ആണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ബോഡി സ്റ്റൈലിന് അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സ്റ്റിയറിംഗ് റാക്ക് ആണെങ്കിൽ ടിൽറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, ടെലിസ്കോപ്പിക് അല്ല. അതുകൊണ്ടും കൂടെ നല്ലൊരു പ്രോപ്പർ ഒരു സ്പോർട്ടി ആയിട്ടൊക്കെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കി ഇൻഫർടൈൻ സിസ്റ്റത്തിൻ്റെ കാര്യമായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻ സിസ്റ്റം ആണ് കിട്ടുന്നത്. പക്ഷേ ബ്ലൂടൂത്ത് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കോളിംഗ് ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഒരു റിവേഴ്സ് ക്യാമറയുടെ സെറ്റപ്പും ഇല്ല. ബേസ് മോഡല് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യണമല്ലോ. അപ്പം ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള നമ്മുടെ ആ ഒരു സ്മാർട്ട് പ്ലേ സിസ്റ്റം വരുന്നത് ടോപ്പ് 2 വേരിയൻസിനാണ്, നമുക്ക് ബേസ് മോഡിൽ വരുന്നില്ല. എന്നാലും 4 സ്പീക്കർ സിസ്റ്റമാണ്, അത്യാവശ്യം ഡീസൻറ്റ് സൗണ്ടിങ് ആയിട്ടുള്ളൊരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സൺവൈസേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പം ഈ സൈഡിൽ നമുക്കൊരു ടിക്കറ്റ് ഹോൾഡർ ഉണ്ട്. ഇവിടെ നമുക്കൊരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റിംഗ് ഫെസിലിറ്റി അത്യാവശ്യം ഡീസൻറ്റ് സൈസുള്ള ഒരു വാനിറ്റി മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഈ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ടോപ്പ് ചെയ്തൊക്കെ മെറ്റീരിയൽ, ഈ ഒരു പെട്ടെന്ന് ചെളി പിടിക്കാൻ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ ഇന്ത്യൻ്റെ കാര്യം നമുക്ക് ടോപ്പ് വേരിയൻസിന് വരുമ്പോഴത്തേക്ക് ഈ സൈഡിലൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ടൈപ്പ് ഫിനിഷാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ബേസ് ഒരു മാറ്റാണ്. ശരിക്കും എനിക്ക് പിയാനോ ബ്ലാക്കിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മാറ്റ് ഫിനിഷാണ്. പക്ഷേ പിന്നെ നമുക്ക് ഇന്ത്യൻ്റെ കാര്യം പറയുമ്പം ഒരു ക്രീക്കിംഗ് സൗണ്ട് എവിടെയൊക്കെ നമുക്ക് ഈ ഡോർ ഹാൻഡിലെ പിടിക്കുമ്പോൾ കുറച്ച് ക്രീക്കിംഗ് സൗണ്ട്. എന്നാലും പക്ഷേ നെക്സോണിൻ്റെ അത്രയും ക്രീക്കിംഗ് സൗണ്ട് കുറവാണ്. ഞങ്ങൾ നെക്സോണിൻ്റെ റിവ്യൂവിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഹാൻഡ് ബ്രേക്ക് ഒക്കെ വലിക്കുമ്പോൾ അതിൻ്റെ ക്രീക്കിംഗ് സൗണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പം സുസുക്കിയുടെ ആ ഒരു ക്വാളിറ്റി ടൊയോട്ട കൂടെ വന്നതുകൊണ്ട് അത്യാവശ്യം ക്വാളിറ്റി. എന്നാലും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ക്രീക്കിംഗ് ഒരു ചെറിയ സൗണ്ട് ഒക്കെ ഉണ്ട്. എന്നാലും പക്ഷേ കുഴപ്പമില്ല, ഡീസൻറ്റ് ബിൽഡാണ്. അത്യാവശ്യം ഏജ്ഡ് ആണ് ഇൻറ്റീരിയർ. അത് നമുക്കിപ്പം കുറേ നാൾ കണ്ട് പഴകിയ ഒരു ഇൻറ്റീരിയർ ആണെന്ന് പറഞ്ഞാലും ആ ഒരു ക്ലാസിക് ഡിസൈനിലുള്ള ഇൻറ്റീരിയർ ആയതുകൊണ്ട് നമുക്ക് തന്നെ മടുപ്പൊന്നും തോന്നുന്നില്ല. എപ്പോൾ കയറിയാലും വൃത്തിക്കിട്ട ഇൻറ്റീരിയർ ആണെങ്കിൽ ഒരു നല്ലൊരു ഇൻറ്റീരിയർ, നല്ലൊരു ഫീൽ തരുന്നൊരു ഇൻറ്റീരിയർ ആണ് അർബൻ ക്രൂസറിൻ്റെ. നമ്മുടെ ഓട്ടോമാറ്റിക് ACയുടെ കൺട്രോൾസ് നോർമൽ ഈ ഒരു ലേഔട്ടാണ്. ശരിക്കും ഈ ഒരു ഓട്ടോമാറ്റിക് ACയുടെ കൺട്രോൾസ് കാര്യം പറയേണ്ടത് നമ്മൾ ഇപ്പം നെക്സോൺ അല്ലെങ്കിൽ നെക്സോൺ ആയിട്ട് നമുക്ക് നോക്കണ്ടേ. നെക്സോൺ ആയിട്ട് നോക്കുമ്പം ഈ ഒരു സ്വിച്ചിൻ്റെ ക്വാളിറ്റി ഒക്കെ ഭയങ്കര ടോപ്പ് നോച്ച് ആട്ടോ. സുസുക്കിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ടൊയോട്ട അർബൻ ക്രൂസറിന് ശരിക്കും നല്ലൊരു ഡാംഡ് ആയിട്ടുള്ള ഫീലുള്ള സ്വിച്ചസ് ആണ്. അതുപോലെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾസിൻ്റെ സ്വിച്ചസ് ആണ് ശരിക്കും ഒരു ജാപ്പനീസ് ക്വാളിറ്റി ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഈവൻ ദോ ഇതൊരു ടച്ച് സ്ക്രീൻ അല്ലെന്ന് പറഞ്ഞാൽ സ്വിച്ച് ക്വാളിറ്റി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇൻറ്റീരിയറിലെ ബാക്കി സ്പേസും ഒരു പ്രാക്ടിക്കാലിറ്റി കാര്യം എടുക്കും. നമുക്ക് ആംബ്രസ്റ്റിൽ തന്നെ ഒരു അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൈ കണ്ടു ഇത്രയും ഇറങ്ങുന്ന ഒരു സ്റ്റോറേജ്. നമുക്കിപ്പം പേഴ്സും വാലറ്റും പിന്നെ എന്തെങ്കിലുമൊക്കെ ഫോണൊക്കെ വേണേൽ വെക്കാം. പിന്നെ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് 2 ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഒരു ചെറിയ സൈസ് ബോട്ടിൽ ഹോൾഡറും ഒരു വലിയ സൈസ് ബോട്ടിലും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണേൽ ഫോണും ഹോൾഡ് ചെയ്യാം. പിന്നെ നമുക്കൊരു കീ വെക്കാനൊരു സ്ലോട്ട് ഉണ്ട്. ഗിയർ ലിവറിൻ്റെ ഫ്രണ്ടിൽ ഒരു കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. പിന്നെ 2 ഗ്ലൗ ബോക്സ് ഉണ്ട്. ടോപ്പ് ഗ്ലൗ ബോക്സ് ആണെങ്കിൽ ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു കൂൾഡ് ആണ് വരുന്നത്. ബേസ് മോഡൽ വരുമ്പോൾ അല്ല. പിന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിലും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സ്ലോ ആയിട്ടാണ് ഓപ്പൺ ആകുന്നത്. പിന്നെ താഴെ ഒരു അത്യാവശ്യം നല്ല വലിയൊരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ പ്രാക്ടിക്കാലിറ്റി എടുക്കുമ്പോൾ ഡീസെൻ്റ് ആയിട്ടൊരു പ്രാക്ടിക്കാലിറ്റി ഉള്ളൊരു ഫ്രണ്ട് ഇൻറ്റീരിയർ ആണ് അർബൻ ക്രൂസറിൻ്റെ. പിന്നെ അതുപോലെ എനിക്ക് എക്സ്ട്രാ പറയേണ്ടത് നമുക്ക് ഈ ഒരു IRVM വരുന്നത് നമുക്ക് ഓട്ടോ ഡിമ്മിങ് IRVM ടോപ്പ് 2 വേരിയൻസിനേ ഉള്ളൂ. നമുക്ക് ബേസ് മോഡൽ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന IRVM ആണ്. പിന്നെ ബാക്കി സ്റ്റിയറിംഗ് വീലിലൊരു കാര്യം ഹൈലൈറ്റ് ചെയ്യാനുള്ളത്, നമുക്ക് ബേസ് മോഡൽ വരുമ്പോഴത്തേക്ക് ടോപ്പ് മോഡൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു റിംഗ് ഉണ്ട്, ക്രോമിൻ്റെ റിംഗ് ഉണ്ട് ഈ ഒരു എൻഡിൽ. അത് നമ്മുടെ ബേസ് മോഡൽ വരുമ്പോൾ ഇല്ല. ജസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിൽ ഓഡിയോ കൺട്രോൾസേ ഉള്ളൂ. നമുക്ക് ടോപ്പ് വരുമ്പോഴത്തേക്ക് ക്രൂസ് കൺട്രോൾ നമുക്ക് ഈ ഒരു സൈഡിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ഡോർ പോക്കറ്റിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഒരു 1 ലിറ്റർ ബോട്ടിലും ഒരു 1.5 നമ്മുടെ പെപ്സിയുടെ ഒക്കെ 1.75 ഒക്കെ ബോട്ടിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ഹോൾഡറും പിന്നെ സൈഡിലൊരു മാപ്പ് പോക്കറ്റ് പോലും കൊടുത്തിട്ടുണ്ട്.
പിന്നെ ബാക്കി ഞാൻ നേരത്തെ ബാക്കിലെ കാര്യം പോലെ ഇറങ്ങുമ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു സൈഡ് പാൻസേ മുട്ടുന്നുണ്ട്. അത് ഒരു കൺസേൺ ആണ്. അത് ഇപ്പനാണെങ്കിലും അത് മോഡലിൻ്റെ ഒരു എന്നാ സംഭവമാണ്, നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ട്വിറ്റേഴ്സ് നമ്മുടെ എ പില്ലറിലുണ്ട്, പക്ഷേ ബേസ് മോഡിൽ വരുമ്പോൾ ട്വിറ്റേഴ്സ് ഇല്ല. ടോപ്പ് വേരിയൻറ്റിന് വേണ്ടിയുള്ളൊരു സ്പേസ് ഇട്ടേക്കുന്നത്. സ്പീക്കേഴ്സ് ആണെങ്കിലും നമുക്ക് 4 ഡോറിലുമാണ് സ്പീക്കേഴ്സ് വന്നേക്കുന്നത്. വലിയ ബ്രാൻഡിങ് ഒന്നും ഇല്ലാത്ത നോർമൽ സ്പീക്കേഴ്സ് ആണ്, എന്നാലും ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സ് തന്നെയാണ് അർബൻ ക്രൂസറെ വന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അർബൻ ക്രൂസർ അല്ലെങ്കിൽ ബ്രേസർ, രണ്ടും സെയിം ആണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പേര് മാറിപ്പോകുന്നുണ്ട് ഒരേ വണ്ടി ആയതുകൊണ്ട്. പ്രാക്ടിക്കാലിറ്റി, ഫ്രണ്ടിലെ ഇൻറ്റീരിയറിൻ്റെ കാര്യം, ബാക്കിലെ സീറ്റിംഗ് കംഫർട്ട്, പിന്നെ ബൂട്ടിൻ്റെ കാര്യമെല്ലാം പറയാനുള്ളൂ. ഇനി നമുക്ക് അർബൻ ക്രൂസർ ഡ്രൈവ് ചെയ്തുകൊണ്ട് പറയാം. ശരിക്കും 1.5 ലിറ്റർ പെട്രോളാണ് അർബൻ ക്രൂസറിൽ വരുന്നത്. അതുപോലെ 2 ട്രാൻസ്മിഷനുണ്ട്, 5 സ്പീഡ് മാനുവലും 4 സ്പീഡ് ഓട്ടോമാറ്റിക്കും. ഞാൻ മുന്നേ പറഞ്ഞു നമുക്കിന്ന് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല എന്നോട് കുറേ പേര് ചോദിക്കുന്നതും ഒരു 4 സ്പീഡ് ഓട്ടോമാറ്റിക് ഓക്കെ ആണോ എങ്ങനെ ഉണ്ടെന്നൊക്കെയാണ്. അപ്പോൾ നമുക്കിന്ന് 4 സ്പീഡ് ഓട്ടോമാറ്റിക് ഓടിച്ചിട്ട് നോക്കാം. അപ്പം പിന്നെ ബ്രേസയ്ക്ക് നേരത്തെ 1.3 മാത്രമുണ്ട്. അപ്പോൾ ഈ ഒരു ചേസിൽ 1.3 ഈ ഒരു ഇത്രയും വലിയൊരു വണ്ടിയിൽ 1.3 ഡീസൽ മാറ്റി 1.5 പെട്രോൾ മാത്രം വന്നപ്പോൾ എന്തൊക്കെയാണ് മാറ്റം, നമ്മൾ ആ ഡീസലിൻ്റെ ഒരു പഞ്ച് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമ്മളിപ്പം അർബൻ ക്രൂസർ ഡ്രൈവ് ചെയ്യുകയാണ്. ശരിക്കും അർബൻ ക്രൂസറിൻ്റെ എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോണറ്റോ, വെന്യൂ അല്ലെങ്കിൽ നെക്സോൺ പോലെ അതിന് മാത്രം എഞ്ചിൻ ഓപ്ഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് 1 എഞ്ചിൻ ഓപ്ഷൻ, അതായത് 1.5 ലിറ്റർ പെട്രോള്. അതിൻ്റെ ഇപ്പം ട്രാൻസ്മിഷൻ്റെ കാര്യം എടുക്കുമ്പോൾ 5 സ്പീഡ് മാനുവലും 4 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് അർബൻ ക്രൂസറിനോട് വരുന്നത്. അതുപോലെ നമ്മുടെ എഞ്ചിൻ്റെ പവർ എടുക്കുമ്പോൾ, എഞ്ചിൻ്റെ കാര്യം എടുക്കുമ്പോൾ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് അർബൻ ക്രൂസർ, അത് മാത്രമേ ഉള്ളൂ. പവർ കോൺഫിഗറേഷൻ വരുമ്പോൾ 104 PS അതുപോലെ 138 Nm ടോർക്കുമാണ് അർബൻ ക്രൂസറിൻ്റെ പവർ കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ. എനിക്ക് റൈഡ് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം വലിയ കുറ്റം പറയാതെ, നമ്മളിപ്പം വളവൊന്ന് വീശുവാണേലും ബോഡി റോൾ ഉണ്ട്. അതിപ്പോൾ ഒരു ടോൾ ബോയ് ഡിസൈൻ ഉള്ള ഏത് വണ്ടിക്ക് ബോഡി റോൾ വരുന്നതാണ്. എന്നാലും പക്ഷെ നമുക്ക് കുറ്റം പറയത്തക്ക രീതിയിലുള്ള ബോഡി റോൾ ഒന്നുമില്ല. നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ ട്യൂണിംഗ് ആണ് അർബൻ ക്രൂസറിന്റെ. പിന്നെ റഫ് റോഡ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അർബൻ ക്രൂസർ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരിക്കലും യാത്രക്കാരനെ ഇങ്ങനെ മടുപ്പിക്കുന്ന രീതിയിലുള്ള റൈഡ് ട്യൂണിംഗ് അല്ല, മീൻസ് സസ്പെൻഷൻ ട്യൂണിംഗ് അല്ല അർബൻ ക്രൂസർ. അത് ശരിക്കും ഒരു പോസിറ്റീവ് കാര്യമാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അറിഞ്ഞ് തന്നെയാണ് മാരുതി ടൊയോട്ടയ്ക്ക് വേണ്ടി സസ്പെൻഷൻ ട്യൂൺ ചെയ്തേക്കുന്നത്. പിന്നെ ഡ്രൈവിന്റെ കാര്യം എടുക്കുമ്പം ശരിക്കും 1.3 ലിറ്റർ ഡീസൽ എന്ന് പറഞ്ഞാൽ 90 PS പവറും പിന്നെ 200 എടുത്ത് ടോർക്ക് തരുന്നത്. ശരിക്കും ആ ഒരു ടോർക്ക് നമുക്ക് ശരിക്കും അർബൻ ക്രൂസർ ഡ്രൈവ് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു 1500 അല്ലെങ്കിൽ 2000 RPM കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പഴയ ബ്രേസർ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ആ ഒരു ടർബോ ബൂസ്റ്റ് ചെയ്ത് നല്ലൊരു കിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു കിക്കിൽ ഈ ഒരു 1.5 ലിറ്റർ പെട്രോൾ ലീനിയർ ആണ്, ശരിക്കും നല്ല ലീനിയർ പവർ കർവാണ് ഈ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോളിന്റെ. ആ ഒരു ടർബോയുടെ കിക്കിംഗ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഒരു സിറ്റി ഡ്രൈവിന് അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടും എക്കണോമിക്കലായിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ അർബൻ ക്രൂസർ. പിന്നെ അർബൻ ക്രൂസറിന്റെ ബാക്കി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ ഹൈബ്രിഡ് സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് ആ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് ഇപ്പം കുറച്ച് നേരം നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് പാർക്കിലോട്ട് ഇടുമ്പോഴത്തേക്ക് നമ്മൾ എഞ്ചിൻ കട്ട് ആവുന്നുണ്ട്, ഓഫ് ആവുന്നുണ്ട്. അത് ശരിക്കും മൈലേജ് എൻഹാൻസ് ചെയ്യാണ്ട് കുറച്ചൊരു യൂസ്ഫുൾ ആണ്. നമ്മുടെ 48 വോൾട്ടിന്റെ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ആണ് അത്. ശരിക്കും മാരുതിയും ടൊയോട്ടയും അത്യാവശ്യം നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആണ് അത്. പക്ഷേ മാനുവലിൽ വരുന്നില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കിന് മൈലേജ് പറയുമ്പോൾ 18 സംതിങ് കിട്ടുന്നുണ്ട്. മാനുവൽ വരുമ്പോഴത്തേക്ക് 17 സംതിങ് ആണ്. ARI സർട്ടിഫൈഡ്. ഏകദേശം റിയൽ വേൾഡിൽ ഒരു 15 അടുത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ടൊയോട്ടയുടെ ഡീലേഴ്സും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ ബാക്കി സേഫ്റ്റിയുടെ കാര്യം എടുക്കുമ്പം നമ്മുടെ ബാക്കി സോണറ്റും വെന്യൂ ഒക്കെ പറയുന്ന പോലെ ഒരുപാട് നമ്പർ ഓഫ് എയർ ബാഗ്സിന്റെ കണക്കും നമ്മുടെ അർബൻ ക്രൂസറിനും ബ്രേസയ്ക്കും പറയാനില്ല. ജസ്റ്റ് 2 എയർ ബാഗ്സും ABS വിത്ത് EBDയും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ ക്രാഷസിലാണെങ്കിലും എനിക്ക് തോന്നുന്നു 3 or 4 സ്റ്റാർ റേറ്റഡ് ആണ് നമ്മുടെ ബ്രേസനെ ക്രാഷസ് ചെയ്തത്. അപ്പോൾ സെയിം അർബൻ ക്രൂസറിന് സെയിം ക്രാഷസ് നോംസ് തന്നെ വരാനാണ് ചാൻസ്. അപ്പം മൊത്തത്തിൽ സേഫ്റ്റിയുടെ കാര്യങ്ങൾ അതൊക്കെയാണ് അർബൻ ക്രൂസർ കവർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ട്രാൻസ്മിഷൻ്റെ കാര്യം നമ്മളിപ്പോൾ 4 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ട്രാൻസ്മിഷൻ. ഇപ്പം ഞാൻ അതുപോലെ മഴ ആയതുകൊണ്ട് വണ്ടി നോക്കിയിട്ട കാര്യം പറഞ്ഞത്, കാരണം മഴ പെയ്യുമ്പോൾ ഭയങ്കര റെയിൻ നോയ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്രാൻസ്മിഷൻ കാര്യം എടുക്കുമ്പോൾ ശരിക്കും 4 സ്പീഡ് ഓട്ടോ ഭയങ്കര ഓൾഡ് സ്കൂൾ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ടെക്നോളജിയാണ് മാരുതി സുസുക്കി ഇപ്പോൾ ടൊയോട്ട യൂസ് ചെയ്യുന്നത്.
ശരിക്കും എനിക്ക് ഒരു വാഗണർ ഉണ്ട്. വാഗണർ 98 ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ മാരുതിയിൽ ഉണ്ടായിരുന്ന ഒരു ട്രാൻസ്മിഷനാണ് ഈ ഒരു 4-സ്പീഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ കുറച്ച് മോഡിഫൈഡ് വേർഷൻ ഇപ്പം ബ്രേസയിലും അർബൻ ക്രൂയിസറിലും സിയാസിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രോപ്പർ ഓട്ടോമാറ്റിക് ആണ്, അതായത് ടോർക്ക് കൺവേർട്ടർ സിസ്റ്റം ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ റിലയബിലിറ്റിയുടെ കാര്യത്തിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. AMDയോടൊക്കെ അടുത്തല്ല, AMD കഴിഞ്ഞാൽ ഉടനെ ഒരു റിലയബിലിറ്റി കുറച്ചുകൂടെ പ്രൂവൺ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ് ഈ ഒരു ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്. പിന്നെ ട്രാൻസ്മിഷൻ്റെ ക്വാളിറ്റിയുടെ കാര്യം എടുക്കുമ്പം സീംലെസ് ആയുള്ള ഷിഫ്റ്റാണ്. ഇപ്പോൾ 4 സ്പീഡ് ഗിയർ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ഷിഫ്റ്റ് ക്വാളിറ്റി ഒന്നും ഒട്ടും മോശമല്ല. AMD ട്രാൻസ്മിഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ 1 to 2, 2 to 3 ഉള്ള ഒരു ഡിലേ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഡിലേ വരുന്നുണ്ട് AMD ട്രാൻസ്മിഷൻ. ആ ഒരു ഡിലേയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ അർബൻ ക്രൂസറിൻ്റെ 4 സ്പീഡിനില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷിഫ്റ്റുകളാണ്. ഈ 4 ഗിയറും നല്ല പ്രോപ്പറായിട്ട് സെലക്ട് ആവുന്നുണ്ട്. നമുക്ക് കുറ്റം പറയത്തക്ക രീതിയിലുള്ള ഷിഫ്റ്റിങ്ങും ജെർക്കിങ്ങും ഒന്നുമില്ല. നല്ലൊരു പ്രോപ്പർ 4 സ്പീഡർ തന്നെയാണ്. പക്ഷേ ഈ ഒരു 4 സ്പീഡർ ബേസിക്കലി സിറ്റി യൂസിന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു 80+ അല്ലെങ്കിൽ ഒരു 90, 100 ഒക്കെ സ്പീഡ് ഗെയിൻ ചെയ്ത് പോകേണ്ട സിറ്റുവേഷനിൽ ഈ ഒരു 4 സ്പീഡ് നമുക്ക് ശരിക്കും ഒരു നെഗറ്റീവാണ്. അതായത് 4th ഗിയർ തന്നെ റബ്ബ് ഭയങ്കരമായിട്ട് കൂടി മൈലേജും കുറയും. അപ്പം ഒരു കുറേ ദൂരം ട്രാവൽ ചെയ്യേണ്ടവർക്കൊന്നും ഞാൻ ഈ 4 സ്പീഡ് പറയത്തില്ല. ഒരു സിറ്റി കമ്മ്യൂട്ടിനും പിന്നെ ഡെയിലി കുറച്ച് ദൂരം ഓടിക്കുന്ന ഒരാൾക്കാർക്ക് ഈ ഒരു 4 സ്പീഡ് അഡിക്വേറ്റ് ആണ്. നമുക്ക് 4 സ്പീഡ് ഉള്ളെന്നോർത്ത് വാങ്ങിക്കാതിരിക്കേണ്ട കാര്യമില്ല, സിറ്റി കമ്മ്യൂട്ടും പിന്നെ ഡെയിലി കുറച്ച് ദൂരമൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക്. പിന്നെ ബാക്കി മാനുവൽ ഷിഫ്റ്റിൻ്റെ കാര്യം എടുക്കുമ്പം ശരിക്കും 5 സ്പീഡ് യൂണിറ്റ് ജാപ്പനീസ് ഗിയർ ബോക്സുകളോട് നീതി പുലർത്തുന്ന രീതിയിലാണ് മാരുതി സുസുക്കി അല്ലെങ്കിൽ ടൊയോട്ടയുടെ അർബൻ ക്രൂസറിലുള്ളത്. നല്ല സ്മൂത്ത് ഷിഫ്റ്റാണ്. ക്ലച്ചാണല്ലോ അത്ര ഹെവി ഒന്നുമല്ല, ലൈറ്റ് ക്ലച്ചാണ്. പിന്നെ പെട്രോളും കൂടെ ആയതുകൊണ്ട് യൂസബിലിറ്റിയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ഫ്രണ്ട്ലിയാണ്. കാരണം ടെർബോ ലാഗ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഹയർ ഗിയറിൽ ലോ സ്പീഡിൽ പോയാലും അത്ര പവർ കുറഞ്ഞ് മീൻസ് നോക്കിംഗ് ഒന്നുമില്ല. ഈ പെട്രോൾ എഞ്ചിൻ പിന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ റിഫൈൻഡും കൂടെ ആയതുകൊണ്ട് അങ്ങനെ കൂടെ ടാക്റ്റബിൾ ആണ്. ശരിക്കും എഞ്ചിൻ്റെ കാര്യം പറയുമ്പം 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻസ് ഉള്ള ചുരുക്കം ചില മോഡലാണ് നമ്മുടെ മോഡലിൽ ഒന്നാണ് അർബൻ ക്രൂയിസറും ബ്രേസയും. നമ്മുടെ ഈ പിന്നെയുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ സോണറ്റിൻ്റെ വെന്യൂവിൻ്റെയും 1.4 അത് ശരിക്കും ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. നമ്മുടെ ഗ്രാൻഡ് ഐറ്റനിലും യൂസ് ചെയ്യുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് വെന്യൂവിൽ സോണിൽ യൂസ് ചെയ്യുന്നത്. ആ ഒരു എഞ്ചിനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻസിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എഞ്ചിനാണ് നമ്മുടെ അർബൻ ക്രൂസറിൻ്റെ അല്ലെങ്കിൽ ബ്രേസറുടെ ഈ ഒരു 4 സിലിണ്ടർ യൂണിറ്റ്. ശരിക്കും റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി കിടന്ന് നമ്മൾ അറിയത്തുപോലില്ല, അത്രയും പ്രോപ്പർ റിഫൈൻഡ് ആണ് നമ്മുടെ അർബൻ ക്രൂസറിൻ്റെ ഈ ഒരു എഞ്ചിന്. പിന്നെ പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു 6000 വരെ റെവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നല്ലൊരു ഫ്രൂട്ടി സൗണ്ടിങ് ആണ്. നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴും പിന്നെ ഒന്ന് ത്രോട്ടിൽ ചെയ്യുമ്പോഴും ആ ഒരു 4 സിലിണ്ടറിൻ്റെ ആ ഒരു എക്സോസ് നോട്ട് ഭയങ്കര ഫ്രൂട്ടിയാണ്. അതിലൊരു സ്പോർട്ടി ഒരു എക്സോസ് നോട്ടൊക്കെയാണ് അർബൻ ക്രൂസർ മാരുതി ഒരു 4 സിലിണ്ടർ 1.5 കൊടുത്തേക്കുന്നത്. ശരിക്കും രസമുള്ളൊരിതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ ഒരു 1.3 ഡീസലിൻ്റെ ആ ഒരു കിക്കും ആ ഒരു പഞ്ചും ശരിക്കും നമ്മൾ ഈ ഒരു ബ്രേസ ഇപ്പോൾ അർബൻ ക്രൂസറാന്ന് പറഞ്ഞാലും ബ്രേസയിൽ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നേരത്തെ ഡീസൽ ഓടിച്ചപ്പോൾ ആ ഒരു 2000 RPM കഴിയുമ്പോൾ ആ ഒരു 200 Nm ടോർക്കിൻ്റെ ഒരു സർജ് ഭയങ്കര അഡിക്റ്റീവ് ആയിരുന്നു, ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ഓടിക്കാൻ. ഇപ്പം ആ ഒരു സർജും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറിയാണ്. അത് ശരിക്കും എനിക്ക് അർബൻ ക്രൂസർ ഓടിക്കാൻ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം വേറൊരു എഞ്ചിൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് സംഭവം ഉള്ളതിൽ ഏറ്റവും എനിക്ക് വേറെ എഞ്ചിൻ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു എഞ്ചിൻ ഓപ്ഷൻ അത്യാവശ്യം നല്ല രീതിയിലാണ്. പിന്നെ മൈലേജിൻ്റെ കാര്യം എടുക്കുമ്പോഴായിരിക്കും ഡീസൽ നമുക്ക് 20+ ആവറേജ് എങ്ങനെയാണെങ്കിലും ബ്രേസിൽ കിട്ടും. അപ്പോൾ ഈ ഒരു അർബൻ ക്രൂസറിൽ നേരത്തെ പറഞ്ഞ പോലെ ARA സർട്ടിഫൈഡ് ഓട്ടോമാറ്റിക്കിന് 18 പോയിന്റ് സംതിങ്ങും മാനുവലിന് 17 പോയിന്റ് സംതിങ്. അപ്പോൾ ഒരു 15 സംതിങ് ഒരു നോർമൽ ഡ്രൈവ് കണ്ടീഷനിൽ നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു ഇൽഹോഡ് അസിസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയാണ് നമ്മുടെ അർബൻ ക്രൂസർ അല്ലെങ്കിൽ ബ്രേസ. കാരണം നല്ല ടോർക്ക് കൺവേർട്ടറും കൂടെ ആയതുകൊണ്ട് ശരിക്കും ആ ഒരു ഇൽഹോഡിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. മറ്റേ AMD എന്നൊക്കെ പറഞ്ഞാൽ ബ്രേക്കിൻ്റെ ഒരു അസിസ്റ്റാണ്. അപ്പോൾ ആ ഒരു പിന്നെ റിവേഴ്സ് ഇടുമ്പോഴാണേലും ഫ്രണ്ട് ഡ്രൈവ് ഇടുമ്പോഴാണേലും ആ ഒരു ക്രീപ്പിംഗ് ഫംഗ്ഷൻ കുറച്ചുകൂടെ ഹെവി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ ഇപ്പം ബിഗിനേഴ്സിനാണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണത്. അത് ഡ്രൈവിൻ്റെ കാര്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഡ്രൈവിൻ്റെ കൂടെ 2ഉം ലോയും കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ കയറ്റത്തിലൊക്കെ കയറുമ്പം ഗിയർ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യണമല്ലോ നമ്മൾ 2ഉം ലോയും യൂസ്
ടോപ്പിൻ്റെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോ വൈപ്പേഴ്സും ഓട്ടോ ഹെഡ് ലാമ്പ്സും നമ്മുടെ ബേസ് മോഡൽ വരുമ്പോഴത്തേക്കില്ല. നമ്മുടെ ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റം വരുന്നത്, അതായത് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോഴേ വണ്ടി നിർത്തുമ്പോഴേ വണ്ടി സ്റ്റോപ്പ് ആവുന്നുണ്ട്. അത് ശരിക്കും നല്ല അഗ്രസീവ് ആയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ആ ബാറ്ററിയുടെ ഒരു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബാറ്ററി ഏകദേശം പകുതിയുടെ മണ്ടലുണ്ടല്ലാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതുപോലെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഡ്രൈവിൽ പോകുമ്പം വണ്ടി നിൽക്കുമ്പം നമുക്ക് അന്നേരം നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് വർക്ക് ചെയ്ത് വണ്ടി സ്റ്റോപ്പ് ആവും. പക്ഷേ ഇത് നമ്മളിപ്പം ഡ്രൈവിൽ തന്നെ ഇട്ടുകൊണ്ട് ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് ശരിക്കും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അഴുക്കുക. അപ്പോൾ നമ്മളൊരു ട്രാഫിക് കണ്ടീഷനിൽ വരുമ്പോൾ ഡ്രൈവേ നമ്മൾ ന്യൂട്രൽ റിവേഴ്സ് പാർക്കിലോട്ട് മാറുമ്പം വണ്ടി ന്യൂട്രലിൽ നിന്ന് റിവേഴ്സ് ആകുമ്പോഴത്തേക്ക് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പാർക്കിലോട്ട് ഇടുമ്പോഴത്തേക്ക് വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ എഞ്ചിൻ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ശരിക്കും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം ആ ഒരു പ്രോപ്പർ ആ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഫംഗ്ഷൻ അല്ല ഒരു ഹൈബ്രിഡിന്റെ സെറ്റപ്പ് നമ്മൾ ഈ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നില്ലെന്നാണ് എൻ്റെ ഒരു ഇപ്പം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്. അതുപോലെ ഇപ്പോൾ അർബൻ ക്രൂസർ ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ എനിക്കൊരു കാര്യം ശ്രദ്ധിച്ചു, നമ്മൾ മൈലേജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ തോന്നുന്നു. നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നോർമലി ഞാനിപ്പോൾ ഓടിക്കുന്നത് പറഞ്ഞാൽ കുറച്ച് സ്പീഡ് എത്തി നമ്മൾ നല്ല ത്രോട്ടിൽ റിലീസ് ചെയ്യും. പിന്നെ വണ്ടി ഒരു കോസ്റ്റിങ്ങിലോട്ട് പോകാൻ വേണ്ടിയാണ്. അർബൻ ക്രൂസ് എനിക്ക് തോന്നുന്നു മൈലേജിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ത്രോട്ടിൽ നിന്ന് കാലെടുക്കുമ്പോഴേ വണ്ടി ന്യൂട്രൽ മീൻസ് ന്യൂട്രൽ നിന്ന് കാണിക്കുകയല്ല, ഡ്രൈവേ തന്നെയാണ്. RPM ഇപ്പോൾ 2000 പോകണം നേരെ 1000 വരും. അതായത് ഏറ്റവും മിനിമം പോസിബിൾ ആയിട്ടുള്ള എഞ്ചിൻ RPM വരും. എന്നിട്ട് വണ്ടി ഒരു കോസ്റ്റ് ചെയ്യുന്ന സെറ്റപ്പിലാണ്. അത് ശരിക്കും ഒരു നല്ലൊരു പോസിറ്റീവ് തോട്ടാണ് സുസുക്കിയുടെ ഭാഗം. കാരണം മൈലേജ് ബൂസ്റ്റ് ചെയ്യേണ്ടത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലെ ഷിഫ്റ്റ് ക്വാളിറ്റി ഞാൻ മുന്നേ പറഞ്ഞു, ഒരു നല്ല എനിക്ക് ഇപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ആണ് നമ്മളൊന്ന് കൊടുക്കുമ്പോഴേ ഈ 4 ഗിയേഴ്സ് കൂടെ വണ്ടി നല്ല രീതിയിൽ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പം എപ്പോഴും പവർ നമുക്കുണ്ട്. അപ്പം ഈ ഒരു 4 സ്പീഡ് യൂണിറ്റ് സ്ലോ സ്പീഡിലും പിന്നെ ട്രാഫിക് യൂസിലും ഒക്കെ നല്ല അഡിക്വേറ്റ് ട്രാൻസ്മിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു ഹൈ സ്പീഡ് ഒരു ഹൈവേ ക്രൂസിങ്ങിലൊക്കെയാണ് ശരിക്കും നമുക്ക് ഒരു 5th ഗിയറിന്റെ യൂസേജ്. ബാക്കി സ്ലോ സ്പീഡിലൊക്കെ അർബൻ ക്രൂസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ ഡ്രൈവിന്റെ കാര്യം പറയുമ്പോൾ ശരിക്കും സ്റ്റിയറിംഗിന്റെ കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം സ്റ്റിയറിംഗ് ഇതിന്റെ ലോ സ്പീഡിൽ അത്യാവശ്യം നല്ല ലൈറ്റ് ആണ്. പിന്നെ നല്ല എനിക്ക് ഈ നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്റ്റിയറിംഗ് മാത്രമല്ല ഈ ഒരു ടയറിന്റെ വിഡ്ത്തും കൂടെ ഒരു 205 ഒക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് അത്യാവശ്യം നല്ലൊരു ഒരു റോഡ് ഗ്രിപ്പ് നമുക്ക് സ്റ്റിയറിംഗിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സ്പീഡ് എത്തുമ്പോൾ അത്യാവശ്യം ഹെഫ്റ്റും വരുന്നുണ്ട്. അപ്പം സ്റ്റിയറിംഗിന്റെ കാര്യം നല്ലൊരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലിന്റെ സെറ്റപ്പാണ് നമുക്കിപ്പം അർബൻ ക്രൂസറിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ബ്രേസയിലും അതുപോലെ തന്നെ, കാരണം മെക്കാനിക്കലി രണ്ട് വണ്ടി ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ എഞ്ചിന്റെ കാര്യം എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പോൾ 4 സിലിണ്ടർ എഞ്ചിനും കൂടെ ആണ്. റിഫൈൻമെന്റിന്റെ കാര്യത്തിൽ ടോപ്പ് നോച്ച് ആണ് നമ്മുടെ സുസുക്കിയുടെ 1.5 ലിറ്റർ പെട്രോൾ. കാരണം നമ്മൾ ഇപ്പോൾ ഒരു നോർമൽ സ്പീഡിൽ പോകുമ്പോൾ ഒരു 3000 അല്ലെങ്കിൽ 4000 RPM താഴെ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ സൗണ്ട് ഭയങ്കര മിനിമലാണ്. നമ്മൾ ക്യാബിൻ്റെ അകത്തൂടെ അത്ര എഞ്ചിൻ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. ആ ഡീസലിന് ഉണ്ടായിരുന്നപ്പോൾ ഒരു റഫ്നെസ് ശരിക്കും നമുക്ക് അറിയുമായിരുന്നു. ആ റഫ്നെസ് ഒന്നും ഇല്ല. നല്ലൊരു ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ശരിക്കും NVH-ന്റെ കാര്യത്തിലും സൗണ്ടിന്റെ കാര്യത്തിലും ഒക്കെ അർബൻ ക്രൂസർ തരാനുള്ളത്. പിന്നെ ശരിക്കും ഒരു 4000 RPM കഴിയുമ്പോഴാണ് എഞ്ചിന്റെ ഒരു നോട്ട് നമുക്ക് കേൾക്കുന്നത്. ശരിക്കും അതൊരു ഒട്ടും ഒരു റഫ്നെസ് ഇല്ല. 3 സിലിണ്ടർ എഞ്ചിനുള്ള വണ്ടികളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റെഡ് ലൈൻ എത്തുമ്പോഴത്തേന് ഭയങ്കര റഫ് ആയിട്ടുള്ള നോട്ടാണ്. പക്ഷേ ഈ അർബൻ ക്രൂസർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫ്രൂട്ടി ആയിട്ട് ഒരു സ്പോർട്ടി നോട്ടാണ് ശരിക്കും എഞ്ചിനിൽ നിന്ന് വരുന്നത്. അത് ശരിക്കും ഒരു നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്. ഇപ്പം ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, എനിക്ക് ശരിക്കും ഈ സ്റ്റിയറിംഗിന്റെ ഒരു ഫീല് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഭയങ്കര തിന്ന കൈ പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് ഫീൽ ശരിക്കും ബാക്കി കോമ്പറ്റീഷൻ നെക്സോണിന്റെ അല്ലെങ്കിൽ എക്കോസ്പോർട്ടിന്റെ അല്ലെങ്കിൽ സോണറ്റ് വരുന്ന സ്റ്റിയറിംഗ് കുറച്ചൊരു ചങ്കിയ. ഈ സ്റ്റിയറിംഗ് ഭയങ്കര തിൻ ഫീൽ നമുക്ക് കിട്ടും. അത് ശരിക്കും കുറച്ചൊരു തിക്കർ സ്റ്റിയറിംഗ് ഫീലാണ് നമുക്ക് ആ കുറച്ചൊരു ഡ്രൈ ഫീൽ കുറച്ചുകൂടെ കിട്ടിയാണ്. അപ്പം ഞങ്ങളിപ്പം അത്യാവശ്യം ഒരു ചെറിയൊരു ഓഫ് റോഡിങ് കയറി. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ശരിക്കും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ബ്രേസൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 180 to 200 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ആ ഒരു ഗ്യാപ്പിലാണ്. മാത്രമല്ല അത്യാവശ്യം എങ്ങനെയാണ് ഇപ്പം കുറച്ച് റഫ്യൂസ് ചെയ്താലും ലാസ്റ്റ് ചെയ്യുന്നുള്ള ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ അർബൻ ക്രൂസറും ബ്രേസും സെറ്റ് ചെയ്തേക്കുന്നത് മാരുതി. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കുറച്ചങ്ങ് കാട്ടിക്കൂടൊക്കെ കയറ്റാം. പിന്നെ 4x4 ഇല്ല, ഫ്രണ്ട് വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. എന്നാലും ഗ്രൗണ്ട് ക്ലിയറൻസും പിന്നെ ഒരു റഗഡ് ഫീൽ അത്യാവശ്യം ഉള്ളത് കൊണ്ട് കുറച്ച് റഫ്യൂസൊക്കെ ബ്രേസയും അർബൻ ക്രൂസറും താങ്ങും എന്നുള്ള ഒരു അഷ്വറൻസ് വണ്ടി നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ അല്ലെങ്കിൽ MIയുടെ കാര്യം പറയണം. ഇപ്പം ബേസ് മോഡലാണെങ്കിലും ടോപ്പ് മോഡലാണെങ്കിലും ഈ ഒരു സിമിലർ ലേഔട്ട് തന്നെയാണ് അർബൻ ക്രൂസറിന് ടൊയോട്ട അല്ലെങ്കിൽ മാരുതി കൊടുത്തിരിക്കുന്നത്. ശരിക്കും RPM റഫ് കൗണ്ടറും അതുപോലെ സ്പീഡോമീറ്ററും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ലേഔട്ട് ഈസിലി റീഡബിൾ ആണ്. പക്ഷേ ഈ ഒരു ജനറേഷനിൽ ഇപ്പം നമ്മുടെ സോണറ്റ് ആയിട്ടൊക്കെ നോക്കുമ്പം കുറച്ച് ഡേറ്റഡ് ആയിട്ട് തോന്നും. എന്നാലും റീഡബിൾ ആയതുകൊണ്ട്
നെക്സോണിനേക്കാളൊക്കെ ഫാർ ബെറ്റർ. നെക്സോണിൻ്റെ സംഭവം ലേറ്റസ്റ്റ് ടെക്നോളജി ഡിജിറ്റലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഭയങ്കര പാടാണ് അതിൻ്റെ ഇൻഫർമേഷൻ ഒന്ന് റീഡ് ഔട്ട് ചെയ്യാൻ. ഞാൻ നെക്സോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂവിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു ഇൻസ്റ്റന്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം പറയുമ്പം നമ്മുടെ ടോപ്പ് 2 വേരിയൻസ് വരുമ്പോഴത്തേക്ക് 7 കളർ തീമിൽ നമുക്ക് ഈ ഒരു ഇൻസ്റ്റന്റ് ക്ലസ്റ്ററിൻ്റെ ആ ലേ ഔട്ട് കൊടുക്കും. ഇപ്പോൾ നമുക്ക് ബേസ് മോഡൽ സ്റ്റാൻഡേർഡ് വൈറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പം അതൊരു അത്രയും കളർ തീമിൽ കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരു ഒരു രസമുണ്ട്, എന്തെങ്കിലും ഒരു ഗിമിക്കായിട്ടുള്ള സംഭവമുണ്ട്. പിന്നെ ഈ നടുക്കത്തെ MID കൊടുത്തേക്കുന്നത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബലേനോയിൽ അല്ലെങ്കിൽ എസ്ക്രോസിലുള്ള ഒരു കളർഫുൾ TFT ഡിസ്പ്ലേ കൊടുക്കുമായിരുന്ന ഒരു നല്ലൊരു കാര്യമായിരുന്നു. കാരണം ഇപ്പോൾ ഇത്രയും നമ്മളിപ്പം ഈ വണ്ടി ഏകദേശം ബേസ് മോൾ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് 11 lakh സംതിങ് ആണ്. അപ്പോൾ അത്രയും കാശ് മുടക്കുന്ന ഒരു വണ്ടിക്ക് അതുപോലെ ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ കൊടുക്കുമായിരുന്നെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു. നമുക്ക് ആസ് എ ഡ്രൈവർ വിഷ്വലി കുറച്ചൊരു ട്രീറ്റ് ആയേനെ. പിന്നെ പ്രൈസിൻ്റെ കാര്യം എടുക്കുമ്പം ബേസ് മോഡൽ മാനുവൽ വരുമ്പോഴത്തേക്ക് 10,20,000 അടുത്താണ് വരുന്നത്. ഓട്ടോമാറ്റിക് 11,80,000 വരും. ഈ വണ്ടി ഇപ്പം നമ്മൾ കണ്ടുപോലെ എക്സ്ട്രാ കുറച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അലോയി ആണെങ്കിലും മാറ്റി, പിന്നെ കുറച്ച് ക്രോമിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ 12 lakh സംതിങ് ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കുന്ന വണ്ടിയുടെ. അതുപോലെ റിവേഴ്സ് ക്യാമറ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഡിസ്പ്ലേ ആണെങ്കിൽ ഫ്രണ്ടിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും എല്ലാം സെറ്റപ്പ് എല്ലാം ചെയ്തപ്പോൾ 12 lakh സംതിങ് ആണ് ഓൺ റോഡ് വന്നത്. ഇവിടെ ടോപ്പിൻ്റെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 13 സംതിങ് ഒക്കെ. അപ്പം ആ ഒരു പ്രൈസ് പോയിന്റ് നോക്കുമ്പം നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾസ് എടുക്കുമ്പം ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ. പെട്രോൾ എഞ്ചിൻസ് എടുക്കുമ്പോൾ എനിക്കിതാണ് റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലും അത്യാവശ്യം ട്രാക്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവ് ട്രെയിനിൻ്റെ കാര്യത്തിലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി. ഇപ്പം നെക്സോൺ എടുക്കുമ്പോൾ പവറുണ്ട്, കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു 3 സിലിണ്ടർ പെട്രോളിൻ്റെ ഒരു റിഫൈൻ കുറവ് നെക്സോണിന് നല്ലതായിട്ട് അറിയാം. അതുപോലെ എക്കോസ്പോർട്ട് ആണെങ്കിലും 3 സിലിണ്ടർ പെട്രോളാണ്. പിന്നെ സോണറ്റും വെന്യൂ എടുക്കുമ്പോൾ നമുക്ക് 1.2 4 സിലിണ്ടർ ആണ്. പക്ഷേ അത്രയൊരു റിഫൈൻ ഒരു പവറിൻ്റെ കാര്യത്തിൽ വെന്യൂവും സോണറ്റും പുറകെ പോകും. പിന്നെ ഉള്ള നമുക്ക് ടർബോ പെട്രോൾ ഓപ്ഷൻസ് ആണ്. ടർബോ പെട്രോൾ ഓപ്ഷൻ ആയിട്ട് നോക്കുമ്പം ആ ഒരു ടോർക്കിൻ്റെ കുറവ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും അറിയാനുണ്ട്. അർബൻ ക്രൂസ് അല്ല ബ്രേസ് അല്ല, അതൊരു നെഗറ്റീവാണ്. പിന്നെ ഈ ഒറ്റൊരു എഞ്ചിൻ ഓപ്ഷൻ വെച്ചാണ് മാരുതി കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെയിൽസിൽ മാരുതിയുടെ കണക്കെടുക്കുമ്പോൾ നമുക്ക് ഹുണ്ടേ ആയിട്ടും കീ ആയിട്ടൊക്കെ നോക്കുമ്പം സെയിൽസിൽ നല്ല ഡ്രോപ്പ് വരുന്നുണ്ട്. എന്നാലും ഉള്ള എഞ്ചിന് മാക്സിമം നീറ്റായിട്ടാണ് മാരുതി കൊടുത്തേക്കുന്നത്. പിന്നെ ഇന്റീരിയർ കുറച്ച് ഡേറ്റഡ് ആണ്. അത് മാരുതി ഒരു നല്ലൊരു അപ്ഡേറ്റ് കൊടുക്കേണ്ട സമയമായി. അപ്പം മാരുതി കൊടുക്കുന്ന കൂടെ തന്നെ ഇപ്പം അർബൻ ക്രൂസർ ടൊയോട്ടയ്ക്കും വരും. ഇപ്പം ഇപ്പോൾ ഒരു അർബൻ ക്രൂസിന് ഏകദേശം ഒരു കൺക്ലൂഷൻ പറഞ്ഞ സമയമായി. ഇപ്പം കൺക്ലൂഷൻ ഞങ്ങൾ നോർമലി പുറത്തിരുന്ന പറയുന്നത്. ഇപ്പം മഴയായിപ്പോയി. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് 1 വീക്ക് മുന്നേ വരെ നല്ല വെയിൽ, അതുകൊണ്ടാണ് ഇന്ന് വണ്ടി എടുത്തത്. പക്ഷേ ഞങ്ങൾ വണ്ടി എടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തെ മഴയായിപ്പോയി. അപ്പോൾ കൺക്ലൂഷൻ പറയുമ്പോൾ ശരിക്കും നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോളുകളിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അതായത് ഇപ്പം 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വേണം, റിഫൈൻമെൻറ്റ് വേണം എന്നൊക്കെ പറയുന്നവർക്ക് എനിക്ക് തോന്നുന്നു സോണറ്റ് വെന്യൂ ഡ്യുവോയെക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻ നമ്മുടെ അർബൻ ക്രൂസർ അല്ലെങ്കിൽ ബ്രേസ് തന്നെയാണ്. കാര്യം നല്ല അത്യാവശ്യം പവർഫുൾ ആയിട്ട് എഞ്ചിനും നല്ല ഫ്രൂട്ടി ആയിട്ടുള്ള എഞ്ചിനും മാരുതി നമുക്ക് അർബൻ ക്രൂസറിനും ബ്രേസിനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോളുകളിൽ എൻ്റെ ഒരു പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അർബൻ ക്രൂസർ അല്ലെ ബ്രേസയാണ്. പിന്നെ അർബൻ ക്രൂസറും ബ്രേസയായിട്ട് കമ്പയർ ചെയ്യുമ്പം ശരിക്കും ടൊയോട്ട നമുക്ക് എക്സ്റ്റൻഡഡ് വാറൻറ്റി തരുന്നുണ്ട് മാരുതി സുസുക്കിയേക്കാളും. കാരണം സുസുക്കി ഉണ്ടാക്കിയ വണ്ടിയാണെങ്കിലും ടൊയോട്ടയ്ക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു സുസുക്കിയുടെ ക്വാളിറ്റിയിൽ. അതുകൊണ്ട് തന്നെ എക്സ്റ്റൻഡഡ് വാറൻറ്റി തരുന്നുണ്ട്. പിന്നെ ടൊയോട്ടയുടെ സർവീസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് ഇപ്പം നിലവിൽ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലൊക്കെ അർബൻ ക്രൂസർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഫ്രണ്ട് എൻഡ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ അർബൻ ക്രൂസറാണ്. ബ്രേസയുടെ ഫ്രണ്ട് എൻഡ് കുറച്ചും കൂടെ ഒരു ഫാമിലി ലുക്ക് വന്നെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്ലെയിൻ ആയിട്ട് തോന്നി. ഇപ്പോൾ ആയിട്ട് ഫോർച്യൂണറിൻ്റെ ഒക്കെ ലുക്ക് വന്നതുകൊണ്ട് അർബൻ ക്രൂസറിൻ്റെ ഫ്രണ്ട് കുറച്ചുകൂടി ക്യാച്ചി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അർബൻ ക്രൂസർ ബ്രേസയിലുള്ളത്. ഇത് പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എസ്ക്രോസ് ആണോ ബ്രേസാണ് അർബൻ ക്രൂസ് ആണോ ബെറ്റർ എന്ന്. അതിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്പേസ് വേണമെങ്കിൽ എസ്ക്രോസ് എടുക്കുക. കാരണം എസ്ക്രോസ് അർബൻ ക്രൂസ് വ്യത്യാസം സ്പേസിൻ്റെ കാര്യത്തിലാണ്. പിന്നെ സേഫ്റ്റി കുറച്ചും കൂടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിന് വേണ്ടി ഉണ്ടാക്കിയ വണ്ടി ആണ് എസ്ക്രോസ്. അതുകൊണ്ട് സേഫ്റ്റി കുറച്ചും നോക്കുന്നവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എസ്ക്രോസ് ആണ്. പിന്നെ ഡ്രൈവബിലിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ ശരിക്കും വെയിറ്റ്, അതായത് പവർ ടു വെയിറ്റ് റേഷ്യോ ഒക്കെ എടുക്കുമ്പം അർബൻ ക്രൂസർ അല്ലെങ്കിൽ ബ്രേസ് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം കുറച്ചുകൂടെ കുഞ്ഞു വണ്ടിയായതുകൊണ്ട് ഈ ഒരു 1.5 ലിറ്റർ എഞ്ചിനായിട്ട് കുറച്ചുകൂടെ സ്യൂട്ട് ആകുന്നത് നമ്മുടെ അർബൻ ക്രൂസർ അല്ലെങ്കിൽ ബ്രേസയാണ്. കാരണം ആ ഒരു പവർ അത്യാവശ്യം അടിക്കില്ല, നമുക്ക് ആ ഒരു ടോർക്കിൻ്റെ ഒരു പഞ്ച് കിട്ടുന്നില്ലെന്നുള്ള മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. ബാക്കി ഒരു കാര്യത്തിൽ എനിക്ക് അർബൻ ക്രൂസറിൽ ഡ്രൈവിൻ്റെ കാര്യത്തിൽ അങ്ങനെ കുറ്റമൊന്നും പറയാനില്ല. പിന്നെ സിറ്റി യൂസേഴ്സിന് മാത്രമായിട്ടാണ് ഞാൻ ഈ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് സജസ്റ്റ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു AMDയുടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹൈവേ മഞ്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യായിരുന്നു. പിന്നെ ഈവൻ മാനുവൽ എടുത്താലും സിറ്റി യൂസ് അത്ര ഒരു ബാധ്യതയാകാൻ ചാൻസ്. ക്ലച്ചൊക്കെ അത്യാവശ്യം ലൈറ്റാണ്, ഗിയർ ഷിഫ്റ്റ് നല്ല സ്ലീക്കാണ്. അപ്പം ഇതൊക്കെയാണ് അർബൻ ക്രൂസറിൻ്റെ ജസ്റ്റ് കോമ്പറ്റീഷൻ ആയിട്ടുള്ള കമ്പാരിസൺ. പിന്നെ ബാക്കി ടർബോ പെട്രോൾ എഞ്ചിൻസ് ആയിട്ട് നോക്കുമ്പം ആ ഒരു ടോർക്കിൻ്റെ ഒരു പഞ്ച് വേണമെന്നുള്ളവർക്ക് എന്തുകൊണ്ട് ഞാൻ ബാക്കി മോഡൽസാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം പവർ കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള കോൺഫിഗറേഷൻ തരുന്നത് ബാക്കി ടർബോ പെട്രോൾ എഞ്ചിൻസ് ആണ്. പിന്നെ
ബാക്കി ഇതൊക്കെയാണ് എനിക്ക് അർബൻ ക്രൂസറിനെ കുറിച്ചും ബ്രേസറിനെ കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും ഞങ്ങളുടെ ചാനലിലെ കണ്ടൻസും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് മറ്റുള്ളവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ കുര്യൻ സുന്ദരി സൈനിങ് ഫ്രം മോട്ടോർ സ്പോർട്ട്.